ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു LM പാർട്ട് 2 റിവിഷൻ ടാൻജൻസ്, അതായത് തൊടുവഴകൾ രണ്ടാം ഭാഗം. ഒന്നാമത്തെ ചോദ്യം, ഇൻ ദ ഫിഗർ പി ആൻഡ് പി ബി ആർ ടാൻജൻസ് ടു സർക്കിൾ വിത്ത് സെന്റർ O. ആംഗിൾ സി ഈക്വൽസ് ആംഗിൾ പി. ദെൻ ഫൈൻഡ് എ സി ബി, എ ഒ ബി, എ പി ബി എല്ലാം കൂടെ ഒരുമിച്ച് വായിക്കുകയാണ്. ബി പി ഒ, എ ഒ പി, എ പി ഒ, ബി ഒ പി, പി എ ബി, പി ബി. ഇതെല്ലാം കണ്ടുപിടിക്കണം. 4 മാർക്കിൻ്റെ ചോദ്യമാണ്. ആംഗിൾ സി ഈസ് ഈക്വൽ ടു ആംഗിൾ പി. അപ്പോൾ ആംഗിൾ സിയും പിയും ഈക്വൽ ആണ്. നമുക്ക് എക്സ് എന്ന് കൊടുക്കാം. ഇത് എക്സ് ആണെങ്കിൽ ഇത് എക്സ്. അപ്പം ഇവിടെ നോക്കിക്കേ, എ സി ബി നമുക്ക് ഇപ്പോൾ ഒന്നിൻ്റെ വില അറിയത്തില്ല, നമ്മൾ കണ്ടുപിടിക്കണം അല്ലേ. അപ്പം ഇത് നോക്കിക്കേ, ഇത് എക്സ് ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? എന്താണ്? എ സി ബി ഡി സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആയതുകൊണ്ട് ആംഗിൾ എ ഡി ബി എത്ര? ആദ്യം തൊട്ട് തുടങ്ങാം അല്ലേ. നമുക്ക് എക്സ് എടുത്ത് ചെയ്യാം. ആംഗിൾ എ സി ബി ഈക്വൽസ് എക്സ്. therefore ആംഗിൾ എ ഡി ബി ഈക്വൽസ് 180 മൈനസ് എക്സ്. എന്താണ്? സപ്ലിമെൻ്ററി. ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ സപ്ലിമെൻ്ററി. പിന്നെ ഇവിടെ എത്രയായിരിക്കും? 90 ഡിഗ്രി. ഇവിടെ എത്രയായിരിക്കും? 90 ഡിഗ്രി അല്ലേ. അപ്പം ഈ ആംഗിൾ എത്രയായിരിക്കും? ഇവിടെ സെൻട്രൽ ആംഗിൾ അപ്പോൾ എത്രയായിരിക്കും? ഇവിടെ എക്സ് ആണെങ്കിൽ ഇവിടെ എത്ര? 2x. അപ്പോൾ നമുക്ക് കിട്ടിയൊക്കെ എഴുതാം. ആംഗിൾ എ ഒ ബി ഈക്വൽസ് 2x. അപ്പം ഇത് 90, ഇത് 90 പോയി കഴിഞ്ഞാൽ 180 ഉണ്ട് ബാക്കി. അപ്പം 2x പ്ലസ് എക്സ് ഇസ് ഈക്വൽ ടു ആംഗിൾ എ ഒ ബി പ്ലസ് ആംഗിൾ എ ഒ ബി പ്ലസ് ആംഗിൾ എ പി ബി ഈക്വൽസ് എക്സ് 2x പ്ലസ് എക്സ് ഈക്വൽസ്, കാണുന്നുണ്ടോ? 2x പ്ലസ് എക്സ് ഈസ് ഈക്വൽ ടു 180. അപ്പോൾ 3x ഈക്വൽസ് 180 എന്ന് കിട്ടും അല്ലേ. 3x ഈക്വൽസ് 180. അപ്പം ഞാനിവിടെ നിന്ന് വായിക്കുകയാണ്. 3x ഈക്വൽസ് 180. എക്സ് ഇസ് ഈക്വൽ ടു 180 ബൈ 3, 60 ഡിഗ്രി. ഇനിയിപ്പോൾ നമുക്ക് എല്ലാത്തിൻ്റെ ആംഗിൾ കണ്ടുപിടിക്കാം. എക്സ് എത്ര? എ സി ബി എത്ര? എ സി ബി ഇവിടെ തന്നെ എഴുതുവാണ്. എ സി ബി 60. എ ഒ ബി എന്താണ്? ഇതിൻ്റെ ഡബിൾ എത്ര? 120. മുകളിലും താഴെയായിട്ടൊക്കെ എഴുതുക. എ പി ബി എന്താണ്? 60. ബി പി ഒ ഞാൻ മോഡൽ എഴുതാം. ബി പി ഒ ഇവിടെ 2x ആണെങ്കിൽ എത്ര? ബി പി ഒ എത്ര ആയിരിക്കും? എക്സ് എത്ര? 60. എ ഒ പി അതെന്തായിരിക്കും? എക്സ് ആകുമ്പോൾ എത്ര? 60. എ പി ഒ അത് എക്സ് ആകുമ്പോൾ അതിൻ്റെ ഹാഫ് എക്സ് വരുമ്പോൾ എത്ര? 30. ബി ഒ പി 60. പി എ ബി ഇതാ ഇവിടെ നമ്മൾ ഒരു ലൈൻ വരയ്ക്കുകയാണെങ്കിൽ പി എ ബി. അപ്പോൾ ഈ ആംഗിൾ തുല്യമാണെന്ന് നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു അല്ലേ. ഈ ഫുൾ ആംഗിൾ അല്ല, ഉണ്ട് ഈ ആംഗിൾ മാത്രമേ. ഇത് മൊത്തത്തിൽ 90ന്ന് ഈ ആംഗിൾ കുറച്ച് കഴിഞ്ഞാൽ ഇത് കിട്ടും. അതായത് ഇവിടെ എത്രയാണോ അത്ര തന്നെ ആയിരിക്കും അവിടെ. അപ്പോൾ അത് എത്ര? 60. പി ബി എ അതും 60. അപ്പോൾ നമുക്ക് എല്ലാ ആംഗിളും കിട്ടിയില്ലേ. എളുപ്പമുള്ള ചോദ്യമാണ്, വളരെ ശ്രദ്ധിച്ച് ചെയ്താൽ മതി. ഓക്കെ. രണ്ടാമത്തെ ചോദ്യം, if P and PB are two tangents to a circle with a center O. If PA equals 8 cm, what is PB? If AOB is 2 times of angle APB, then find AOB and APB. അപ്പോൾ ഇതാണ് ചോദ്യം. അതായത് പി എയും പി ബിയും O കേന്ദ്രമായ വൃത്തത്തിലെ 2 തൊടുവരകളാണ്. പി എ 8 സെൻറ്റിമീറ്റർ ആയാൽ പി ബിയുടെ നീളം എന്ത്? എ ഒ ബിയുടെ 2 മടങ്ങാണ് എ പി ബി എങ്കിൽ
അല്ല എ ഒ ബി എ പി ബിയുടെ 2 മടങ്ങാണെങ്കിൽ എ ഒ ബി എത്ര, എ പി ബി എത്ര? ഓക്കെ, നമുക്ക് ഓരോന്ന് വിധം കണ്ടുപിടിക്കാം. ഈ പി എ ഈക്വൽസ് 8 പി എ 8 ആണെങ്കിൽ പി ബി എന്തായിരിക്കും? 8 തന്നെ ആയിരിക്കും. അപ്പോൾ ഒന്നാമത്തെ ആൻസർ നമുക്ക് കിട്ടി, പി ബി ഈക്വൽസ് 8. ഇഫ് ആംഗിൾ എ ഒ ബി ഈസ് 2 ടൈംസ് എ പി, എ പി ബിയുടെ 2 മടങ്ങാണ് എ ഒ ബി. ഇവിടെ ഒ ആണ് എ ഒ ബി. എ പി ബി എക്സ് എന്ന് എടുത്താൽ ഇത് എത്ര ആയിട്ട് എടുക്കാം? 2x എന്ന് എടുക്കാം. ഇതെത്ര? 90. ഇതെത്ര? 90. അപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ എത്ര? എക്സും 2xും കൂടെ എത്ര? 180. അപ്പോൾ രണ്ടാമത്തത് എക്സ് പ്ലസ് 2x ഈക്വൽസ് 180. സപ്ലിമെൻ്ററി അല്ലേ? ഓപ്പോസിറ്റ് ആംഗിൾ സപ്ലിമെൻ്ററി. അപ്പോൾ 3x ഈക്വൽസ് 180. 3x ഈക്വൽസ് 180. x ഈക്വൽസ് 180 by 3 എത്ര കിട്ടും? 60 എന്ന് കിട്ടും. അപ്പോൾ എക്സ് 60 ആണെങ്കിൽ 2x എത്ര? അതിൻ്റെ ഡബിളാണ് അല്ലേ? കുറച്ചുകൂടെ ചെറുതായിട്ട് എഴുതാം. 180 by 3 ഈക്വൽസ് 60 ഡിഗ്രി. അപ്പോൾ എ ഒ ബി എത്ര, എ പി ബി എത്ര? എ ഒ ബി ഈക്വൽസ് എത്ര കിട്ടും? എക്സ് ആണ് അല്ലേ? അപ്പം ഇവിടെ നമുക്ക് ആൻസർ എഴുതാം, അല്ലെങ്കിൽ നിങ്ങൾ വായിക്കാം, ഇപ്പം അറിയാലോ, വായിച്ചിട്ട് ആൻസർ എഴുതാം. ആംഗിൾ എ പി ബി ഈക്വൽസ് എക്സ് എത്ര? 60 കിട്ടിയ 60. എ ഒ ബി എത്ര? 120. ഓക്കെ, ഇത്രയേ ഉള്ളൂ രണ്ടാമത്തെ ആൻസർ. അടുത്ത ചോദ്യം, മൂന്നാമത്തെ ചോദ്യം. ഇൻ ദ ഫിഗർ ആംഗിൾ പി ഒ ബി ഈക്വൽസ് 120. OP equals 24 cm. AB is the diameter of the circle. Find all angles of triangle POA. Find the diameter of the circle. What's the length of the tangent from P? നമ്മൾ ചിത്രം വരച്ചിട്ടുണ്ട്. ഇതാണ്. ഇവിടെ 120 ആണ്, ഇവിടെ എത്രയായിരിക്കും? 60. ലീനിയർ പെയർ. ഇവിടെ എത്ര? 90. ഇതെത്ര? 30. നമുക്ക് ചെയ്യാം. പി ഒ ബി 120 ആയതുകൊണ്ട് ഇവിടെ എത്ര ആയിരിക്കും? 60. ലീനിയർ പെയറാ. 120 + 60 180. ഒ പി 24 തന്നിട്ടുണ്ട്. അപ്പോൾ ഇതെന്താ? 30 60 90 ട്രയാങ്കിൾ. ട്രയാങ്കിൾ ഒ ബി പി 30 60 90. റേഷ്യോ ഓഫ് ദ സൈഡ്സ് 1:√3:2. അപ്പം 90യുടെ ഓപ്പോസിറ്റ് ആണ് ഈ 24 തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് 24 എഴുതാം. അപ്പോൾ ഇതെത്രയാണ്? അതിൻ്റെ പകുതി 12. ഇതെത്ര വരും? 12√3 എന്ന് വരും അല്ലേ? അപ്പോൾ നമുക്ക് എല്ലാ സൈഡും കിട്ടി. എന്താണ്? ഒ ബി എത്ര? 30യുടെ ഓപ്പോസിറ്റ് അല്ലേ? 30യുടെ ഓപ്പോസിറ്റ് ഒ ബി എത്ര? ഇത് 12. അങ്ങനെയാണെങ്കിൽ ഇത് എത്രയായിരിക്കും? 12. റേഡിയസ് അല്ലേ? ഇത് റേഡിയസ്, ഇതും റേഡിയസ്. അപ്പോൾ ഡയമീറ്റർ 12 + 12. ഡയമീറ്റർ ഈക്വൽസ് 12 + 12 ഈക്വൽസ് 24. അവിടെ തന്നെ അങ്ങ് ആൻസർ എഴുതി. ഇനി ഒന്നാമത്തെ ആൻസറാണിത്. ഏതൊക്കെയാ ആംഗിൾസ്? ഏതൊക്കെയാ? ഫൈൻഡ് ഓൾ ദ ആംഗിൾസ്. ആംഗിൾസ് നമ്മൾ കണ്ടുപിടിച്ച്, സൈഡ്സും കണ്ടുപിടിച്ച്, ഡയമീറ്റർ കിട്ടി. ഇനി വാട്ട്സ് ദ ലെങ്ത് ഓഫ് ദ ടാൻജന്റ് ഫ്രം പി? അതായത് പി എന്നുള്ള ടാൻജന്റ് പി ബി അല്ലേ? അപ്പോൾ സിയുടെ ആൻസർ പി ബി ഈക്വൽസ്, പി ബി എന്ന് പറയുമ്പോൾ 60യുടെ ഓപ്പോസിറ്റ് എത്ര? 12√3. ഇത്രയേ ഉള്ളൂ. എളുപ്പമാണ്. നമുക്ക് അതിൻ്റെ കോൺസെപ്റ്റൊക്കെ ആലോചിച്ച് എഴുതിയാൽ മതി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. നാലാമത്തെ ചോദ്യം. ഇൻ ദ ഫിഗർ ആംഗിൾ എ ഈക്വൽ 60 ഡിഗ്രി, ആംഗിൾ ബി ഈക്വൽ 75 ഡിഗ്രി. ഫൈൻഡ് ആംഗിൾ സി. ഫൈൻഡ് ഓൾ ആംഗിൾസ് ഓഫ് ട്രയാംഗിൾ പി ക്യു ആർ. ഈ ചിത്രത്തിൽ തന്നിരിക്കുന്ന അളവൊക്കെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. മലയാളത്തിൽ എ 60 ഡിഗ്രിയും ബി 75 ഡിഗ്രിയുമായാൽ സി എത്ര? ത്രികോണം പി ക്യു ആറിൻ്റെ എല്ലാ കോണുകളും കണ്ടുപിടിക്കാം. നമുക്ക് കണ്ടുപിടിക്കാം. ഇവിടെ നോക്കിയാൽ ട്രയാങ്കിൾ എ ബി സിയിൽ 2 ആംഗിൾ തന്നിട്ടുണ്ട്. അപ്പോൾ മൂന്നാമത്തെ ആംഗിൾ കണ്ടുപിടിക്കാൻ പാടൊന്നുമില്ലോ? ഇല്ലല്ലോ. 180 - 60 + 75 എത്ര വരും? 180 - 135 ഈക്വൽ 45 ഡിഗ്രി എന്ന് വരും. ഇവിടെ 45 എന്ന് കിട്ടി. ആന്നേ, ഇത് നോക്കിക്കേ. എ പിയും
AP ARും ടാൻജൻസാണ്. ദേ ആർ ഈക്വൽ. ഇവിടെ 60 ഡിഗ്രി വന്നു കഴിഞ്ഞാൽ ഇവിടെ എത്ര? ഇവിടെ 60, ഇത് രണ്ടും കൂടെ 120, 60 അല്ലേ? അതാണ് ഇവിടെ 75. ഈ രണ്ടും ടാൻജൻസ് ആണ്. BQവും BPയും ടാൻജൻസ് ആണ്. അതുകൊണ്ട് രണ്ടിൻ്റെ ലെങ്ത് ഈക്വൽ ആണ്ട് ഈ രണ്ട് ആംഗിളും ഈക്വൽ ആയിരിക്കും. അപ്പം 180 മൈനസ് 75 എന്ന് പറയുമ്പോൾ 105. 105ൻ്റെ പകുതി എത്ര വരും? 52.5. 2 10 52.5. 52.5. ഇവിടെയും 52.5 വരും. കാണുന്നുണ്ടോ? ഇനി ഇവിടെ നോക്കിക്കേ, ഇവിടെ 45 ഈ രണ്ട് ആംഗിൾ ഈക്വൽ അല്ലേ? അപ്പം 180 മൈനസ് 45 135. 135ൻ്റെ ഹാഫ് എത്ര വരും? 135ൻ്റെ ഹാഫ് 67.5. 67.5. 67.5. ഇവിടെയും 67.5 കിട്ടും. അപ്പം ഇത്ര ആംഗിൾ കണ്ടുപിടിച്ച് ട്രയാംഗിൾ PQRൻ്റെ കാണണം, അകത്തോട്ട് പോകണം അല്ലേ? അപ്പം ഇവിടെ നോക്കിക്കേ, ഈ ആംഗിളിൻ്റെ എന്താണ്? ഈ ആംഗിളിൻ്റെ ഇവിടുത്തെ ഈ ആംഗിൾ, അതായത് 52.5 എവിടെ വരും? ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇവിടെ വരും 52.5. അല്ലെങ്കിൽ ഇത് മൂന്നും കൂടെ 180 കിട്ടുന്നുണ്ടോ നോക്കിയാൽ മതി. 6 12 5 17, 6 5 11, 6 17, 17 10 170 180. ഇനി ഈ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള എത്ര വരും? 60 വരും അല്ലേ? ഈ ആംഗിൾ എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വരും 67. അപ്പോൾ നമുക്ക് എല്ലാ ആംഗിൾസും കിട്ടിക്കഴിഞ്ഞു. എന്താണ്? ആംഗിൾ P ഈക്വൽസ് 67.5 നമുക്ക് എഴുതാം. ആംഗിൾ P ഈക്വൽസ് 67.5. ആംഗിൾ Q ഈക്വൽസ് 60. ആംഗിൾ R ഈക്വൽസ് 52.5. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. തെറ്റിക്കാതെ വളരെ ശ്രദ്ധാപൂർവം ചെയ്യണം. ഇതിൻ്റെ അകത്തുള്ള എല്ലാ കൺസെപ്റ്റും മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, അപ്പോൾ 4 ക്വസ്റ്റ്യൻ ആയി കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള ചോദ്യങ്ങൾ അടുത്ത വീഡിയോയിൽ, അടുത്ത ക്ലാസ്സിൽ. ഓക്കെ, ബൈ.